ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സദ്യ സ്പെഷ്യൽ ഇഞ്ചിപ്പുളിയാണ്. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. നമ്മുടെ സദ്യ സ്പെഷ്യൽ ഇഞ്ചിപ്പുളി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പാൻ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക, അപ്പോഴേ നമ്മുടെ സദ്യ സ്പെഷ്യൽ ഇഞ്ചിപ്പുളിക്ക് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ചധികം തന്നെ ഇഞ്ചി നൈസായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെ കൂടെ തന്നെ കുറച്ച് പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ഒരു 8 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇഞ്ചിപ്പുളിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം വെളിച്ചെണ്ണയിലിട്ട് ഈ ഇഞ്ചിയും പച്ചമുളകും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ ഇഞ്ചി അത്യാവശ്യം ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നമ്മൾ വെളിച്ചെണ്ണയിലിട്ട് വഴറ്റിയെടുക്കുക. നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ വഴറ്റിയെടുത്താലാണ് നമ്മുടെ സദ്യ സ്പെഷ്യൽ ഇഞ്ചിപ്പുളിയുടെ അതേ ഒരു ടേസ്റ്റ് നമ്മുടെ ഈ ഇഞ്ചിപ്പുളിക്ക് കിട്ടുകയുള്ളൂ. ഇപ്പം നമ്മുടെ ഇഞ്ചി അത്യാവശ്യം ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം വരെ നമ്മൾ ഇഞ്ചി നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുളിവെള്ളമാണ്. ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നത്. അതിനുശേഷം അതിൻ്റെ ജ്യൂസാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച് വന്ന ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ്. 2 വലിയ അച്ച് ശർക്കരയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ശർക്കര വാങ്ങിക്കുമ്പോൾ നല്ല ബ്ലാക്ക് ശർക്കര തന്നെ വാങ്ങിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോഴേ നമ്മുടെ ഇഞ്ചിപ്പുളിക്ക് ആ ഒരു സദ്യ സ്പെഷ്യലിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റും അതുപോലെ തന്നെ കാണാനുള്ള ഒരു ലുക്കൊക്കെ കിട്ടുകയുള്ളൂ. ശർക്കര ഇപ്പോൾ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 4 മിനിറ്റ് വറ്റിച്ചെടുക്കാം. ഇപ്പം അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട്. എങ്കിലും അത്ര തന്നെ ഒരു തിക്ക് കൺസിസ്റ്റൻസി അല്ല, അല്പം ലൂസ് കൺസിസ്റ്റൻസി തന്നെയാണ്. ഇതിലേക്ക് നമ്മൾ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല ടൈറ്റ് ആയിക്കോളും. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസുകൾ ചേർത്ത് കൊടുക്കാം. അതിനു വേണ്ടി നമ്മളിവിടെ വേറൊരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 4ഓ 5ഓ വറ്റൽ മുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വറ്റൽ മുളകൊക്കെ ഒന്ന് റോസ്റ്റ് ആയിട്ട് വരട്ടെ. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മുഴുവനായിട്ടും മുളക് പൊടിയാണ്. 1/4 ടീസ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്, നമ്മൾ സാധാരണ ചോറുണ്ടാക്കുന്ന അരി ഉണ്ടല്ലോ, അതിൽ നിന്നും 1 ടേബിൾ സ്പൂൺ അളവിലുള്ള അരി നന്നായിട്ട് വറുത്തെടുക്കുക. വറുത്തെടുത്തതിന് ശേഷം ചൂടോടെ തന്നെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കുക. അതാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും ചൂടാറുന്നതിനനുസരിച്ച് നമ്മുടെ ഇഞ്ചിപ്പുളി നല്ല കട്ടിയായിട്ട് വരും. സദ്യ സ്പെഷ്യൽ ഇഞ്ചിപ്പുളിയിൽ ഇത് ചേർക്കാറുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ചധികം തന്നെ കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഈ ഇഞ്ചിപ്പുളിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഇഞ്ചിപ്പുളി കട്ടിയില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് കുറുകി വരും. അതിനു വേണ്ടിയാണ് നമ്മൾ അരി വറുത്ത് പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ സദ്യ സ്പെഷ്യൽ ഇഞ്ചിപ്പുളി തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാ, വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.